ഫിത്തർ 30 ദിവസത്തെ രാത്രി നമസ്കാരങ്ങളെ കൊണ്ട് പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ്, പകലിലെ വ്രതങ്ങളെ കൊണ്ട് പാപങ്ങളെ മായ്ച്ചു കളഞ്ഞ് പാപരഹിതമായ ജീവിതത്തിന്റെ അത്യാഹ്ലാദം. പിന്നെയോ ബലിപെരുന്നാളോ സഹോദരങ്ങളെ, ഹജ്ജിന്റെ വേളയിലാണത്. ഹജ്ജിന്റെ വേളയിൽ ഏറ്റവും ഹൃദയ പരിശുദ്ധി നേടുന്ന ആഹ്ലാദ നിമിഷങ്ങളിലാണ്. മനസ്സിന്റെ പാപവിശുദ്ധിയാണ്, മനസ്സിന്റെ ശക്തിയും മനസ്സിന്റെ ഏറ്റവും വലിയ മഹത്വവും കുടികൊള്ളുന്നത് അവിടെയാണ്. രണ്ടാമത്തെ സഹോദരങ്ങളെ ഭയമാണ്. ഭയം ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുട്ടികളിൽ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു മാസത്തിനുള്ളിൽ പരീക്ഷയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് മാനസിക നില തെറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാനസികമായ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ കഴിയില്ല എന്നല്ല, ശരിക്കും ഭ്രാന്ത് എന്ന് നമുക്കതിനെ വിളിക്കാം. ശരിക്കും ഭ്രാന്ത്, മാനസിക നില തെറ്റി അറിയാതെ ചിരിക്കുകയും അറിയാതെ കരയുകയും ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്യുന്ന മാനസിക വൈകല്യങ്ങളുടെ പരമാവധി എത്തി നിൽക്കുന്ന 3 കുട്ടികളെ ഈ സമയത്ത് എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഈ മാനസികമായ അവസ്ഥയിൽ നിന്ന് ഭയങ്ങളിൽ നമുക്ക് എങ്ങനെ മുക്തി നേടാൻ പറ്റും? ഭയമില്ലാതാവാൻ ഏറ്റവും വിശ്വാസി എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ തന്നെ നിർഭയത്വം സ്വീകരിച്ചവനാണ്. അള്ളാഹുവിന് പേരുണ്ട് മുഅ്മിൻ, അള്ളാഹുവിന്റെ പേര് മുഅ്മിനാണ്. അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. അൽ മുഅ്മിൻ, അൽ മുഅ്മിൻ അള്ളാഹുവിന് പേര്. അപ്പൊ എന്തായിരിക്കും അതിന്റെ അർത്ഥം? നിർഭയത്വം നൽകുന്നവനാണ്. അള്ളാഹു നമുക്ക് നിർഭയത്വം നൽകുന്നു. അമ്ന്, അതാണ് വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ കഴിവുകളും നമ്മുടെ ശക്തികളും ഭൗതികമായ സാഹചര്യങ്ങളുടെയും ധൈര്യത്തിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. വണ്ടിക്ക് നല്ല ബ്രേക്ക് ഉണ്ട്, നല്ല എക്സ്പെർട്ട് ഡ്രൈവറാണ്, നല്ല റോഡാണ്. ഈ ധൈര്യം കൊണ്ട് മാത്രം അപകടങ്ങളിൽ നമ്മൾ മുക്തരാണോ? കാര്യകാരണങ്ങളെ കൊണ്ട് മാത്രം സാധ്യമല്ല സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ എല്ലാറ്റിനും അപ്പുറം നമ്മൾക്ക് നിർഭയത്വം നൽകാനും സുരക്ഷ നൽകാനുമുള്ള അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിനു കാര്യകാരണ ബന്ധങ്ങൾ ആവശ്യമില്ല. അവൻ നമ്മളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം അതിനെ മനസ്സുകളിൽ ശക്തപ്പെടുത്തുമ്പോൾ അത് ഒരു മരത്തിന്റെ വേരുകളെ പോലെ എത്ര ശക്തമായ കൊടുങ്കാറ്റടിച്ചാലും ഇളകാതെ ഉറച്ചു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അതാണ് ഞാൻ വിശുദ്ധ ഖുർആൻ എന്ന് സൂറത്തു താഹയിൽ നിന്നൊരായത്തോതി വിശാലമായി വിശദീകരിക്കാൻ സമയമില്ല. മൂസാ നബി അലൈഹിസ്സലാം ഏറ്റവും ഒരു ഭയത്തിന്റെ മുൾമുനയിൽ നിൽക്കാൻ, ഫിറഔനും കൂട്ടരും കൂടെ വരുന്നു, തൊട്ടപ്പുറത്ത് മുറിച്ചു കടക്കാനാവാത്ത നദി. അപ്പോഴാണ് അള്ളാഹ് പറഞ്ഞത്, അൻ അസ്രി ബി ഇബാദി, എന്റെ അടിമകളെയും കൊണ്ട് നീ പോകും മൂസേ, നീ ഒരിക്കലും ഭയപ്പെടാൻ പാടില്ല എന്നാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കൂടെയുള്ളവർ നിലവിളിയായി, ഇന്നാല മുദ്റക്കൂൻ, ഞങ്ങൾ പിടിക്കപ്പെട്ടു. വെള്ളത്തിൽ മുങ്ങുമെന്നോ പിടിക്കപ്പെടുമെന്നോ മൂസേ നീ വിചാരിക്കാനേ പാടില്ല എന്നല്ല പറഞ്ഞു. ഒരിക്കലും ഒരു അപകടം പറ്റുന്നു നീ വിചാരിക്കരുത്. ഞാൻ നിന്നോട് പറയുന്നു രാത്രി പോകാൻ, നിർഭയത്വത്തോടെ പോയിക്കൊള്ളുക എന്നാണ്. പക്ഷെ മൂസാ നബി അലൈഹി ഇസ്ലാമിന് പോലും അറിയില്ല എങ്ങനെ പടച്ചോനെ രക്ഷപ്പെടുത്താന്ന്. പക്ഷെ അള്ളാഹു ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ പേടിക്കേണ്ടതില്ല. സഹോദരങ്ങളെ, നദി പിളർന്നു, അതിലേക്ക് ഇറങ്ങി എന്ന് മാത്രമല്ല മുഴുവൻ സന്നാഹങ്ങളും ഉള്ളവനാണ് ഫിർഔൻ. നല്ല ശക്തിയുണ്ട്, ഈജിപ്തിലെ മുഴുവൻ ആളുകളും അയാൾക്ക് പിന്തുണയാണ്. ശക്തമായ സൈന്യത്തോടുകൂടെ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ പിടികിട്ടിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിന്നാലെ ചെന്നു. എന്തേ സംഭവിച്ചു? അള്ളാഹുവിന്റെ സഹായത്താൽ മൂസാ നബി രക്ഷപ്പെട്ടു. എല്ലാ സന്നാഹങ്ങളുള്ള ഫിർഔൻ മുങ്ങി മരിക്കുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. സഹോദരങ്ങളെ, ഒരു സന്ദർഭത്തിലും അള്ളാഹുവിന്റെ അസ്തിത്വത്തിലും അള്ളാഹുവിന്റെ നാമഗുണ വിശേഷണങ്ങളിലും വിശ്വാസമുള്ള ഒരുത്തന് ഭയത്തിന്റെ പ്രശ്നമില്ല. രാത്രി ഉറങ്ങുന്ന സമയത്ത് ഓതാൻ പറഞ്ഞ കാര്യങ്ങൾ ഓതി, ആമന റസൂൽ ഓതി ആണ് കിടന്നാൽ സമാധാനത്തോടെ കിടക്കാൻ പറ്റും. ആകാശത്തേക്ക് വിമാനം ഉയർന്നു പൊങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർല, ആ പ്രാർത്ഥന ചൊല്ലിയിട്ട് അല്ലാഹുമ്മ അൻത സാഹിബു ഫി സഫർ, അല്ലാഹുവേ ഈ യാത്രയിൽ നീയാണ് കൂട്ടുകാരൻ, എന്റെ വീട്ടിലും നിന്നെയാണ് ഏൽപ്പിച്ചത്. അല്ലാഹുവിന്റെ സാന്നിധ്യത്തെ ഓർക്കുമ്പോൾ ഭയം ഹൃദയങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകും. ആ ചിന്തയും ആ വിശ്വാസവും ശരിയായ അർത്ഥത്തിൽ ഖുർആനിൽ നിന്ന് ഖുർആൻ പഠനത്തിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. പലപ്പോഴും ഖുർആനുമായി അകന്നു നിൽക്കുമ്പോൾ ഒക്കെ മറന്നുപോകും. സഹോദരങ്ങളെ, നിരന്തര ബന്ധം, ആഴ്ചക്ക് 1 മണിക്കൂർ അത്തരം ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ, നിരന്തരമായി CD-കളും കാസറ്റുകളും കേൾക്കാൻ, ഖുർആനിന്റെ ആശയത്തിന്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ആ കുളിര് നമുക്കുണ്ടാകും. സാധാരണ ബസ് നല്ല വെയിലത്തുകൂടെ ബസ് പോകുമ്പോൾ ഒരു വെള്ളം നിറഞ്ഞു നിൽക്കുന്ന ഒരു പുഴയുടെ മുകളിലെ പാലത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ചെറിയ കുളിർ ആ വെള്ളത്തിന്റെ സാന്നിധ്യം നമുക്ക് നൽകാതിരിക്കില്ല. എന്ന പോലെ അങ്ങേയറ്റത്തെ ശക്തിയുള്ള വിശുദ്ധ ഖുർആന്റെ അടുത്തൊരാൾ നിൽക്കുമ്പോൾ
അതിന്റെ ശക്തിയും അതിന്റെ അനുഭവവും ഹൃദയത്തെ സ്പർശിക്കാതിരിക്കില്ല. അതുകൊണ്ട് ആ വിശ്വാസത്തെ ശക്തമാക്കി തീർത്ത് നിർഭയത്വത്തോടെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിലുപരി മനസ്സിനെ പരിരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കാപഠ്യമില്ലാതെ ജീവിക്കുക. കപടത ജീവിതത്തിൽ ഇല്ലെങ്കിൽ തന്നെ പകുതി നമ്മുടെ മനസ്സ് മോചനം നേടി. കാപഠ്യമാണ് മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ രോഗം. യഥാർത്ഥത്തിൽ ഞാൻ വഞ്ചിക്കുന്നില്ല എൻ്റെ മാതാപിതാക്കളെ, ഞാൻ വഞ്ചിക്കുന്നില്ല എൻ്റെ വിശ്വാസത്തെ, ഞാൻ വഞ്ചിക്കുന്നില്ല എൻ്റെ അതീവ രഹസ്യങ്ങൾ അറിയുന്ന പ്രപഞ്ചനാഥനെ ഞാൻ വഞ്ചിക്കുന്നില്ല, എൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറയാൻ പറ്റണം. ബോധ്യതയില്ലേ സഹോദരങ്ങളെ? പ്രവർത്തിക്കരുത്. ബോധ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, ബോധ്യമുണ്ടെങ്കിൽ നമസ്കരിച്ചാൽ മതി, ബോധ്യമുണ്ടെങ്കിൽ മതപരമായ കാര്യങ്ങൾ ചെയ്താൽ മതി. ബോധ്യമുണ്ടായിട്ടും അതിനെതിരെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ അനുവദിക്കില്ല. മനസ്സാക്ഷി വല്ലാതെ വേദനിക്കും, മനസ്സു തളരും, മനോവേദന അനുഭവപ്പെടും. അതുകൊണ്ട് കാപഠ്യതയില്ല എനിക്ക്, എൻ്റെ സുഹൃബന്ധങ്ങളിൽ കാപഠ്യതയില്ല, എൻ്റെ ആരാധനകളിൽ കാപഠ്യതയില്ല, എൻ്റെ വിശ്വാസത്തിൽ കാപഠ്യതയില്ല. ഫീ ഖുലൂബിഹിം മറളുൻ ഫസാദഹുമുല്ലാഹു മറള. അവിടെ ഹൃദയങ്ങളിൽ രോഗമാണ്, ആ രോഗം അവർക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കപടൻ ജീവിക്കുന്നതിന്റെ ഭീകരത ഖുർആൻ പറയുന്നുണ്ട്. നല്ല ശക്തമായ മഴ പെയ്യുന്ന, ഇടിമുഴങ്ങുന്ന ഒരു ഭീകരമായ രാത്രിയിൽ സഞ്ചരിക്കുന്നവനെ പോലെയാണ് കപട ഹൃദയൻ ഇവിടെ ജീവിക്കുന്നത്. ആ കപട ഹൃദയൻ അവിശ്വാസികളെക്കാളും അഗാധമായ നരകത്തിലാണ് നാളെ പരലോകത്ത് കിടക്കേണ്ടത്. വ്യക്തമായി നിഷേധിച്ചതിനേക്കാളും വലിയ ശിക്ഷയാണ് കപട ഹൃദയന്മാർക്ക് ലഭിക്കുന്നത്. ഒരു മുസ്ലിം കുടുംബത്തിലല്ലേ സഹോദരങ്ങളെ നമ്മൾ, ഒരു ഇസ്ലാമിക പശ്ചാത്തലത്തിലല്ലേ ജനിച്ചത്, ഒരു ഇസ്ലാമികമായ ഒരു കാര്യത്തിന് വേണ്ടിയല്ലേ നമ്മൾ ഒരുമിച്ച് കൂടിയത്? എന്തെല്ലാം നമുക്കിവിടെ ബോധ്യപ്പെട്ടു. ഈ ബോധ്യതയ്ക്ക് വിരുദ്ധമായി നാളെ ക്യാമ്പസിന്റെ സമ്മർദ്ദങ്ങൾക്കോ സുഹൃത്തുക്കളുടെ പ്രേരണകൾക്കോ വശംവദരായി ജീവിക്കുമ്പോൾ വല്ലാത്ത കടുത്ത മനസ്സംഘർഷം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കാപഠ്യം നമ്മുടെ മനസ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ്. കപടതകളെ ഹൃദയത്തിൽ നിന്നും പിഴുതെറിയാൻ നമ്മൾ ശ്രമിക്കണം. അതേപോലെ സഹോദരങ്ങളെ, ഹൃദയത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ് ദുഃഖം. ദുഃഖം എല്ലാവർക്കും സ്വാഭാവികമാണ്. നമുക്ക് എന്തൊക്കെ പ്രതീക്ഷകളുണ്ട്, നടന്നുകൊള്ളണമെന്നില്ല. ആഗ്രഹിച്ചത് പലതും നഷ്ടപ്പെട്ടു പോകും. പല സന്ദർഭങ്ങളിലും ആ നഷ്ടങ്ങൾ നമ്മുടെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കും. അതിന് പരിഹാരമായി ഹൃദയവേദനയുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട്. ഈ പ്രസംഗത്തിൽ നിങ്ങളെ പഠിപ്പിക്കാൻ പ്രയാസമാണ്, പക്ഷേ എങ്കിലും പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളിൽ നിന്നും നിങ്ങളത് വായിക്കാൻ ശ്രമിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മാ മിൻ മുഅ്മിനിൻ യുസീബു ഹമ്മുൻ വലാ ഗമ്മുൻ വലാ ഔ ഹുസ്നുൻ. ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ദുഃഖമോ മനപ്രയാസമോ അനുഭവപ്പെട്ടാൽ ഫലിയഖൂൽ, അവൻ പറയണം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാസിയതി ബിയദിക മാലിൻ ഫീ ഹുക്മുക. പ്രാർത്ഥന മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, അതിന്റെ അന്തസത്ത അറിയൂ നിങ്ങൾ. ഏത് ദുഃഖത്തിനും ആ വാചകത്തിന്റെ അർത്ഥം ആലോചിച്ചാൽ പരിഹാരമാണ്. എന്താണ്? അല്ലാഹുവേ, നിന്റെ വിനീതനായ ഒരു ദാസനാണ് ഞാൻ, നിന്റെ ഒരു ദാസിയുടെ മകനാണ് ഞാൻ, നിന്റെ ഒരു ദാസന്റെ പുത്രനാണ്, വളരെ വളരെ വിനീതൻ. നാഥ, നിനക്ക് എന്റെ പേരിൽ എന്തിനും അധികാരമുണ്ട്, എന്റെ ജീവനെ പിടിക്കാൻ അധികാരമുണ്ട്, എന്നെ ഒരു സ്ഥലത്ത് അവശനായി മരണം വരെ കിടത്താൻ നിനക്ക് അധികാരമുണ്ട്, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തിരിച്ചെടുക്കാൻ നിനക്ക് അധികാരമുണ്ട്, എന്റെ മക്കളെ കൊണ്ടുപോകാൻ നിനക്ക് അധികാരമുണ്ട്. നിന്റെ ഏതു തീരുമാനങ്ങളും അംഗീകരിച്ച് കീഴ്പ്പെടേണ്ട ഒരടിമ മാത്രമാകുന്നു ഞാൻ. അടുത്ത വാക്ക് നാസിയതി ബിയദിക, എന്റെ ജീവിതത്തിന്റെ കുടുമ നിന്റെ കൈകളിലാണ്. നീ ചലിപ്പിച്ചാലേ, നീ അയച്ചു തന്നാലേ, നീ പിടിവിട്ടാലേ, നീ നിയന്ത്രിച്ചാലേ അവിടേക്ക് എനിക്ക് പോകാൻ പറ്റൂ. സഹോദരങ്ങളെ, അത്രേ എനിക്കും നിങ്ങൾക്കും വിധിവിശ്വാസത്തിൽ സ്വാതന്ത്ര്യമുള്ളൂ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് മുമ്പ് മാതാവിന്റെ ഗർഭപാത്രങ്ങളിൽ നമ്മുടെ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ആ തീരുമാനങ്ങൾ നടപ്പിലാവുക തന്നെ ചെയ്യും. ആ തീരുമാനങ്ങൾ ആണ് എനിക്ക് ഈ ദുഃഖത്തെ സമ്മാനിച്ചതെന്നറിയുമ്പോൾ ആ തീരുമാനം മാറ്റാൻ നമ്മൾ ശ്രമിക്കുമോ? ആ തീരുമാനം ആരുടേതാണ്? ഏറ്റവും വലിയ കേന്ദ്രത്തിലാണ് ആ തീരുമാനം വന്നത്. ആ തീരുമാനത്തെ സംതൃപ്തിയോടുകൂടെ ഏറ്റെടുക്കാൻ, ആ വിധിവിശ്വാസത്തിൽ സമാധാനം കണ്ടെത്താൻ നമുക്ക് പറ്റണം. അതുകൊണ്ട് കിട്ടുന്നതിൽ അമിതമായി സന്തോഷിക്കുകയോ നഷ്ടപ്പെടുന്നതിൽ അമിതമായി ദുഃഖിക്കുകയോ ചെയ്യാതെ എല്ലാം ഒരു വിധിപ്രകാരം നടക്കുന്നു. ആ വിധിയുടെ വിരൽത്തുമ്പിൽ പിടിച്ച് ഞാൻ പ്രഭാതമാകുന്നു, എനിക്ക് പകല് വരുന്നു, വൈകുന്നേരമാകുന്നു, അതിന് വിധേയനായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവൻ. ദുഃഖമുണ്ടാകുമ്പോൾ പ്രതിഫലത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, സന്തോഷമുണ്ടാകുമ്പോൾ അത്യധികമായ നന്ദി അള്ളാഹുവിന് രേഖപ്പെടുത്തുക. ഇത് മാത്രമാണ് പ്രയാസം. അപ്പോൾ ദുഃഖമില്ലാതായാൽ, ഭയമില്ലാതായാൽ, നമ്മുടെ മനസ്സ് വിശുദ്ധി പ്രാപിച്ചാൽ, സഹോദരങ്ങളെ, നമ്മളെക്കാളും
അനുഭവിക്കുന്ന ഒരാളുണ്ടോ ലോകത്തിൽ? എന്തുണ്ട് നിങ്ങൾക്ക് തടസ്സം? എന്റെ വാക്കുകൾ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കുന്നു, എന്തുണ്ട് തടസ്സം? എനിക്കെന്തുണ്ട് തടസ്സം? എന്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ജീവിക്കാൻ ആരുണ്ട് എന്നെ തടയാൻ? തികച്ചും തെറ്റായ കാര്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ ക്യാമ്പസിന്റെ നിയമങ്ങളെയും മാതാപിതാക്കളെയും ധിക്കരിച്ച് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ സത്യമെന്ന് ബോധ്യമുള്ള, മനസ്സാക്ഷിക്ക് 100% അനുകൂലമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഏത് സഹപാഠിക്കാണ് നമ്മളെ പരിഹസിക്കുന്നത്?